മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂക്കേറ്റർ ലേൺ. ഞാൻ നിങ്ങളുടെ ARK. നമുക്ക് ഇന്ന് പാർട്ട് 3യുടെ ഡിസ്കഷൻ ചെയ്യാം കേട്ടോ. ആദ്യത്തെ 2 പാർട്ടുകളെല്ലാം നിങ്ങൾ കണ്ടു, അതിന്റെ അഭിപ്രായങ്ങളെല്ലാം അറിയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞു. ഓക്കെ, എങ്കിൽ നമുക്ക് പാർട്ട് 3യുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ചെയ്തു പഠിച്ചതല്ലേ പാർട്ട് 1ൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ? ഇന്നലെ ഒരു ചെറിയ വീഡിയോ ചെയ്തില്ലേ, ഇന്റഗ്രേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷന്റെയും ഡെഫിനിറ്റ് ഇന്റഗ്രേഷന്റെയും. അതൊക്കെ ഉറപ്പായ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവരും ചെയ്തു പഠിച്ചോളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. നമുക്ക് ഇന്ന് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സം ടു n ടേംസ് ആണ് അല്ലെ. ഏത് ചാപ്റ്ററാ? സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോക്കിക്കേ, 1/√1 + √6 + 1/√6 + √11 + എക്സെട്ര. അപ്പൊ എന്തായിരിക്കും? അത് നമുക്ക് റാഷണലൈസ് ചെയ്യണം. അതിന്റെ nth ടേം ആദ്യം കണ്ടുപിടിക്കും. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം തന്നെ അതിന്റെ nth ടേം ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിനെ റാഷണലൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. നോക്കാം. അപ്പൊ ഇതിന്റെ nth ടേം 1, 6, 11. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു nth ടേം നോക്കണം. അപ്പൊ ഞാനൊരു ടേം പറയാം, 5n - 4. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള പാറ്റേൺ കിട്ടുമ്പോ 5n + 1. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ഉണ്ടാവില്ലേ? എന്നിന് 1 കൊടുക്കുമ്പോ എന്നിന് 2 കൊടുക്കുമ്പോ എന്നിന് 1 കൊടുക്കുമ്പോ നോക്കിക്കേ, 5 × 1 - 4 1 ആണ്. 5 × 1 + 1 6 ആണ്. അതുപോലെ ഈ 6 11 ഇതിന് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമുക്ക് nth ടേം ആയിട്ട് ഇതങ്ങ് ചൂസ് ചെയ്യാം. nth ടേം ഈക്വൽ ടു എന്താണ് മക്കളെ? nth ടേം എന്താ വരാ? അപ്പൊ 1/√5n - 4 + √5n + 1. nth ടേം കിട്ടി. ഇനി നമുക്കിതൊന്ന് ഡിനോമിനേറ്ററിൽ ഈ കിടക്കുന്ന ഇറാഷണൽ നമ്പർ നമുക്കൊന്ന് റാഷണലൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഡിനോമിനേറ്റർ അതിനെന്താ, കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ ഇൻറ്റു ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ ഇൻറ്റു ചെയ്യാം. √6 - √1 എന്ത് വരും? നേരെ ഒന്ന് പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചെഴുതിയതാണ്. അപ്പൊ √6 ഹോൾ സ്ക്വയർ -√1 ഈ രീതിയിലെല്ലാം വരും അല്ലെ. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ? 6. √6 ഹോൾ സ്ക്വയർ ഈസ് 6 - 1 5 വരും. അങ്ങനെ എല്ലാ ടേമും എഴുതുക. പ്ലസ് എല്ലാ ടേമും എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? √6 - √1. എല്ലാത്തിന്റെ അടിയിൽ എന്താ വരാ? 5 വരാം. അപ്പൊ നമുക്ക് പുറത്തേക്ക് എഴുതാം. പ്ലസ് അടുത്ത എന്ത് വരും? √11 - √6 പ്ലസ് എക്സെട്ര. അവസാനം √5n - 4 ഇത് മൈനസ് ആണ്, ഇത് രണ്ടാമതിൽ എഴുതുന്നത്. പ്ലസ് √5n + 1. ഇതിൽ ഏതൊക്കെ ടേംസ് ആണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്? √6 എന്തായാലും ക്യാൻസൽ ആയി പോകുന്നുണ്ട്. √11 ഇതൊക്കെ ക്യാൻസൽ ആയി പോകും. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ടേം ഒന്നുമില്ല. ബാക്കി ഇവിടെ ഏതൊക്കെ ടേമാ കട്ട് ചെയ്ത് പോവാ? ഈ ടേം പോകും. ബാക്കി എന്താ വരിക? 1/5 × √5n + 1 -√1 is 1. നോക്കിക്കേ, nth ടേം കണ്ടുപിടിക്കുന്നു, ഈ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ദെൻ എല്ലാവരും സം ചെയ്ത് നോക്കുന്നു. ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 5 ആണ് കിട്ടിയത്. എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ 5 ആണ്. അത് ത്രൂ ഔട്ട് 1/5 ഔട്ട്സൈഡ് എടുത്തു. നോക്കിക്കഴിഞ്ഞപ്പോ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ പ്ലസ് മൈനസ് ടേംസ് ആയിട്ട് കുറെ അധികം ടേംസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി 2 ടേം മാത്രമാണ് നമുക്ക് കിട്ടിയത്. അപ്പോ ഓപ്ഷനിൽ ഇടാൻ നോക്കിക്കേ, എന്റെ ആൻസർ നോക്കിക്കേ എല്ലാവരും. ഓപ്ഷനിലുണ്ടോ? 1/5 × √5n + 1 - 1 അല്ലെ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇത് സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നതാണ്. അതാദ്യം തന്നെ nth ടേം സ്പെഷ്യൽ സീരീസ് ആണ്. nth ടേം ഫൈൻഡ് ചെയ്യുക. nth ടേം ഫൈൻഡ് ചെയ്തിട്ട് എന്ത് വേണം? അത് ഡിനോമിനേറ്റർ ഒക്കെ നോക്കുക, റാഷണലൈസേഷൻ ഒക്കെ നടത്തി സം ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ റിമൈനിങ് ടേംസ് 2 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു നമ്മുടെ ടോട്ടൽ സം ആയിട്ട് കിട്ടിയത്. ഓപ്ഷൻ സി ആയിട്ട് അത് വരികയും ചെയ്തു. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, ഏത് ചാപ്റ്ററാ?
sigma I equal to 1 to 24 I raised to minus n plus I raised to minus n plus 1. ഏത് ചാപ്റ്ററാ? കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഐയുടെ പവർ ഓഫ് ഐയുടെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോ ഈ ക്വസ്റ്റ്യൻ എടുക്കുമ്പോ നമുക്ക് കിട്ടുന്നത് എന്താ? സം ഒന്ന് എഴുതി നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിലെ സം ഒന്ന് എഴുതി നോക്കാം. I raised to minus 1 ആണ് അല്ലെ. I raised to minus 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സിഗ്മ 1 to 24 ആണ്. I raised to minus n ആണ്. അപ്പോ എവിടം വരെയുണ്ട് I raised to minus n? n മുതൽ n 1 മുതൽ 24 വരെ. അപ്പൊ minus 1 plus I raised to minus 2 plus I raised to minus 3 plus I raised to minus 4. അതുപോലെ തന്നെ എക്സെട്ര 24 വരെ ഉണ്ട്. I raised to minus 24. അതിന്റെ അടുത്ത സം ആണെങ്കിലോ I raised to minus n plus 1 ആണ്. അപ്പൊ I raised to minus 1 plus 1 എന്ന് പറയുമ്പോൾ I raised to 0 plus I raised to 2 plus minus 2 plus 1 I raised to minus 1. അത് അടുത്തത് നോക്കിക്കേ. I raised to 3 minus 3 plus 1 minus 2 plus I raised to minus 4 plus 1 is I raised to minus 3 plus etc. up to 24 കൊടുക്കുമ്പോഴോ 24 I raised to minus 24 plus 1 minus 23. അപ്പോ ഈ ടേംസ് ഒക്കെ ഒന്ന് നോക്കിയേ. I raised to minus 1 I raised to minus 2 I raised to minus 3. അപ്പൊ ഇതൊക്കെ ചെയ്ത് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ക്യാൻസലേഷൻ പോസിബിൾ ആണോ എന്നുള്ളതാണ് നോക്കണ്ടേ. ഈ 4 ടേമുകൾ I raised to minus 1 എന്ന് പറഞ്ഞാല് I raised to minus 2 പുറത്തുണ്ട്. I raised to minus 1 എന്താ? 1 by I ആണ്. ഇനി I raised to minus 2 എന്താ? 1 by I സ്ക്വയർ ആണ്. പ്ലസ് I raised to minus 3 എന്താ? 1 by I ക്യൂബ് ആണ്. പ്ലസ് I raised to 1 by I raised to 4 ആണ്. അപ്പോ 1 by I-നെ നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1 by I-നെ നമ്മള് ഡിനോമിനേറ്റർ I ആണ്, അത് മാറ്റാൻ വേണ്ടിയിട്ട് I കൊണ്ട് എന്ത് ചെയ്യണം? I കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്താ കിട്ടുക? 1 by I എന്നുള്ളത് ഇവിടെ താഴെ I സ്ക്വയർ വരും -1. അപ്പോ ഇത് I by I സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? -I. അതുപോലെ ഇതെന്താ കിട്ടുക? I സ്ക്വയർ -1 ആണ്, -1 കിട്ടും. I ക്യൂബ് ആണെങ്കിലോ I ക്യൂബ് I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ I by I raised to 4 I കിട്ടും. ഇത് 1 ആണ് ഓൾറെഡി. അപ്പൊ 1. ഈ 4 ടേം ഒന്ന് നോക്കിക്കേ. +1 ഉണ്ട്, -1 ഉണ്ട്, +I ഉണ്ട്, -I ഉണ്ട്. ഇതൊക്കെ കൂടി 4 ടേമുകൾ ഓരോന്നും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതെല്ലാനും ക്യാൻസൽ ആയിട്ട് 0. അതുപോലെ 24 ടേമിൽ എത്ര 4 ടേംസ്? 6 സെറ്റ് ഓഫ് സീറോസ് വരും. അതുപോലെ ഇപ്പുറത്തും അതുപോലെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് സീക്വൻസിലും അതുപോലെ ക്യാൻസലേഷൻ ചെയ്ത് പോയിട്ട് അവസാനം 0 തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാവരും ചെയ്ത് നോക്കുക. ഇത്രയും ടേംസ് ഉണ്ട്. അടുത്ത സെറ്റും ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. 0 ആവുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. പവർ ഓഫ് 5 നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞതല്ലേ? കോംപ്ലക്സ് നമ്പറില് പവർ ഓഫ് 5 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ. നമ്പർ ഓഫ് ഇന്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 7000 can be formed using the digits 2, 4, 5, 7, 8 is. Repetition of digit is not allowed. അപ്പൊ ഇത് ഏത് ചാപ്റ്റർ? പെർമ്യൂട്ടേഷൻ അല്ലെ? പെർമ്യൂട്ടേഷനിൽ നിന്നാണ്. നമുക്കിത് പെർമ്യൂട്ടേഷൻ പോലെ യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് ഇതിന്റെ ആൻസറിലേക്ക് വരാം. എങ്ങനെയാ നോക്കാം അല്ലെ? സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഒരു ബോക്സ് വരയ്ക്കാം. നമുക്ക് 7000-നേക്കാളും ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള നമ്പർ ആണ് വേണ്ടത്. 1, 2, 3, 4, 5 ഡിജിറ്റിന്റെ റിപ്പീറ്റേഷനിൽ. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു 4 ഡിജിറ്റ് നമ്പർ 7000-നേക്കാളും മേലെയാണ്. പിന്നെ എത്ര 5 ഡിജിറ്റ് ഉള്ള നമ്പറും വരും. അപ്പൊ നമുക്ക് 4 ഡിജിറ്റിന്റെ കേസ് ആദ്യം നോക്കാം. 4 ഡിജിറ്റിന്റെ കേസ് നോക്കാം. 1, 2, 3,
1 2 3 4. അപ്പോ 7000-നേക്കാളും മേലെ വന്നം ഈ നമ്പറുകളിൽ നിന്ന് 2 4 5 7 8. അപ്പൊ ഇതിൽ നിന്ന് 7000-നേക്കാളും മേലെ വന്നെങ്കിൽ 7ഓ 8ഓ ആകണം ഫസ്റ്റ് ഡിജിറ്റ് അല്ലെ. അപ്പോ 7001 മുതലല്ലേ മേലെ വരുന്ന നമ്പർ. അപ്പൊ 7 മുതൽ 7ഓ 8ഓ ആണ് ഇവിടെ വരുന്ന ഓപ്ഷൻ. അപ്പൊ ഇവിടെ എത്ര വേസിൽ എടുക്കാം? 2 വേസ്. ഇവിടെ ഇത്രയും വേസിൽ എടുക്കാം. ഇനി രണ്ടെണ്ണം ഇതിന്ന് ഏതോരെണ്ണം ഈ 5 ഡിജിറ്റിൽ നിന്ന് ഏതോരെണ്ണം എടുത്തു? 7 അല്ലെങ്കിൽ 8 എടുത്തു. ബാക്കി 4 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ അടുത്തതിലുള്ള ഓപ്ഷൻ എന്താണ്? എത്ര പോസിബിലിറ്റി ഉണ്ട്? 4. ദെൻ രണ്ടെണ്ണം എടുത്തു പോയി, ബാക്കി 3 എണ്ണം ഉണ്ട്. 3 വേസ്. ദെൻ അടുത്തതോ? അടുത്തതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2. അപ്പൊ ഇതെന്താ? ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഇതിന്റെ വാല്യൂ എത്രയാ? 48 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 ഡിജിറ്റ് നമ്പേഴ്സ്. ഇതുപോലെ തന്നെ 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിലോ 5 ഡിജിറ്റ് നമ്പേഴ്സ് 5 ഡിജിറ്റ് 1 2 3 4. അപ്പോ 5 ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെ നമ്മുടെ കയ്യിൽ. 5 ഒബ്ജക്ട്സ് ടേക്കിംഗ് 5 at a time. Repetition is not allowed. എന്താണ്? 5p5 ആണ് അല്ലെ. അപ്പോ 5 into 4 into 3 into 2 into 1. എത്ര വേസാ? ഇത് എത്രയാ? 120 വേസ്. 120 വേസ്. അപ്പൊ ടോട്ടൽ ഈ 4 ഡിജിറ്റും 5 ഡിജിറ്റും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 120 plus 48 168 is the right answer. ഓക്കെ, മനസ്സിലായല്ലോ? ബൈനോമിയൽ തിയറം പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി കോഎഫിഷ്യന്റ് ഓഫ് x raised to 17 in 1 minus x whole raised to 13 into 1 plus x square whole raised to 12. ഇത് ബൈനോമിയൽ തിയറവും മൾട്ടിനോമിയൽ തിയറവും കൂടി കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെ. ബൈനോമിയലും മൾട്ടിനോമിയലും ആണ്. അപ്പോൾ ഇത് NCERT-യിലുള്ളതല്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എൻട്രൻസ് ബേസിൽ പഠിക്കുന്നവർക്കാണ് ഇത് പെട്ടെന്ന് കിട്ടുക. അപ്പൊ നമ്മളിവിടെ നോക്കുക, ഇതിന്റെ എക്സ്പാൻഷൻ ജനറൽ ടേം എടുത്ത് നോക്കുമ്പോഴും ഇതിന്റെ ഈ മൾട്ടിനോമിയലിന്റെ ജനറൽ ടേം എടുത്ത് നോക്കി പ്രോഡക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് എക്സിന്റെ പവറുകളായിട്ട് വരിക. നോക്കുമ്പോ എക്സിന്റെ പവർ 3യുടെ മൾട്ടിപ്പിൾ ഓർ 3യുടെ മൾട്ടിപ്പിൾ +1 ഫോമിലാണ് ഇത് കിട്ടുക. പക്ഷെ നമുക്ക് ഇവിടെ x raised to 17 ആണ്. x raised to 17 നമുക്ക് എങ്ങനെ എഴുതാം? 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ 17 എന്നുള്ളത്? 17 തൊട്ടുമുള്ള 3യുടെ മൾട്ടിപ്പിൾ എഴുതാം. അപ്പോ 3യുടെ മൾട്ടിപ്പിൾ +2 ഫോമില് 15 അല്ലേ. 15 + 2 ആണ്. ഇതിനാണ് 17 എഴുതാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ എക്സിന്റെ പവറുകൾ 3k ഓർ 3k + 1 ആണെന്ന് നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് എടുത്ത് ഇതിന്റെ എക്സ്പാൻഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ജനറൽ ടേം എടുത്ത് പ്രോഡക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇവിടെ 17ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരാനൊരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ അതിന് കോഎഫിഷ്യന്റ് ഒന്നുമില്ല. അങ്ങനെ ഒരു എക്സിന്റെ പവർ ഇതിലില്ല. അതുകൊണ്ട് കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ 0. ഓപ്ഷൻ സി 0 ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മെട്രിക്സ് എന്ന ചാപ്റ്റർ അല്ലെ. മെട്രിക്സിൽ a+b തന്നിട്ടുണ്ട്. a-b കാണണം. അതിനാദ്യം തന്നെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്താ? എ സിമെട്രിക് ആണ്, ബി സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ സിമെട്രിക് ആണ്, ബി സ്ക്യൂ സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് വെച്ചാൽ എന്താ? സിമെട്രിക് മെട്രിക്സിന്റെ പ്രോപ്പർട്ടി എന്താ? സിമെട്രിക് A ട്രാൻസ്പോസ് ഈക്വൽ ടു A. ഇനി സ്ക്യൂ സിമെട്രിക് ആണ്, ബി അല്ലേ. ബി സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ബി ട്രാൻസ്പോസ് എന്തായിരിക്കും? -b. അപ്പൊ ഇവിടെ നമുക്ക് ഈ a+b ആണ് തന്നിരിക്കുന്നത് അല്ലെ. a+b എന്ന് പറഞ്ഞാ എക്ക് പകരം എന്ത് കൊടുക്കാം? എ ട്രാൻസ്പോസ് എന്ന് കൊടുക്കാം. എ സിമെട്രിക് ആണ്. ബിക്ക് പകരം എന്ത് കൊടുക്കാം? -b ട്രാൻസ്പോസ് എന്ന് കൊടുക്കാം. അപ്പോ a ട്രാൻസ്പോസ് -b ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ അപ്ലൈ ചെയ്താല് സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. a ട്രാൻസ്പോസ് -b ട്രാൻസ്പോസ് ഈസ് a-b ഹോൾ ട്രാൻസ്പോസ് ആണ്. a-b ഹോൾ ട്രാൻസ്പോസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? a+b. ഇപ്പൊ നമുക്ക് എന്തായിട്ട് കിട്ടി? a-b ഹോൾ ട്രാൻസ്പോസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ a-b എങ്ങനെ കാണാം? a-b കാണാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന മെട്രിക്സ് അല്ലേ a-b ട്രാൻസ്പോസ്, ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താ പോരെ. അപ്പൊ അതെന്തായിരിക്കും? 1 3 -2 5. ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷനിലുണ്ടോ അത്? നമ്മളിത് ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്തു അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോ നമുക്ക് ഓപ്ഷൻ നോക്കാം. 1 -2
3, 5. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി, മെട്രിക്സിലും ഡിറ്റർമിനൻസിലും ഒക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട് ധാരാളം. ആ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തായിരിക്കും മിക്ക ക്വസ്റ്റ്യൻസ് വരിക. അതൊക്കെ ശരിക്കും പഠിക്കേണ്ടതാണ്. അതുപോലെ വെക്ടർ എന്ന ചാപ്റ്ററിലും ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്, അതും നല്ല രീതിയിൽ പഠിക്കണം. അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നോക്കുക, വീണ്ടും ഡിറ്റർമിനന്റ് എന്ന പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെയും ഡിറ്റർമിനന്റിന്റെ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ഈസ് ഗിവൺ, ദെൻ ഫൈൻഡ് എക്സ് വാല്യൂ. നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയറും ഡിറ്റർമിനന്റ് ഓഫ് എ ആയിട്ട് ഒരു കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ. ഈ പ്രോപ്പർട്ടി ആണ്. നമ്മൾ അറിയാത്തവരൊക്കെ ഇത് നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാറുണ്ട്. എ സ്ക്വയർ, അപ്പോ ഇതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ഉണ്ട്, ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ആണ്. എങ്കിൽ ഈ 25 എന്താ 5 സ്ക്വയർ അല്ലേ? അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു എന്താ പ്ലസ് ഓർ മൈനസ് 5 എന്ന് ഡിറ്റർമിനന്റ് ഓഫ് എ കിട്ടും. ഇനി ഗിവൺ എ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാണാം? ഗിവൺ എ ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? x2x ആണ്. എങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറഞ്ഞേ x ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ മൈനസ് 4, എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. ഇപ്പോ ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ പ്ലസ് ഓർ മൈനസ് 5 എടുക്കാവുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 4 ആദ്യം പ്ലസ് 5 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 9, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എന്ന് കിട്ടും. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു മൈനസ് 5 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 5 പ്ലസ് 4 മൈനസ് 1. ഇത് പോസിബിൾ ആണോ? എക്സ് സ്ക്വയർ ഒരു നെഗറ്റീവ് വാല്യൂ, എക്സ് റിയൽ നമ്പർ കിട്ടുന്നില്ല, കോംപ്ലക്സ് നമ്പറിലേക്ക് പോകുന്നു. അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ വാല്യൂ എന്താ? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിറ്റർമിനന്റ് എന്ന ടോപ്പിക്കിൽ നിന്നല്ലേ ഡിറ്റർമിനന്റ് വാല്യൂ 0 എന്ന് തന്നിട്ടുണ്ട്. ആ ഡിറ്റർമിനന്റ് ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ ഫസ്റ്റ് കോളം ഒന്ന് നോക്കുക. ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ 2 എലമെന്റും 0 ആണ്. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ആ ഫസ്റ്റ് കോളം വെച്ച് ഒന്ന് തുറന്ന് നോക്കിക്കാൻ മതി. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് 2 എലമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല, 0 ആണ് അല്ലേ? അപ്പൊ 1 എടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോ 1 ഇൻറ്റു എന്താ കിട്ടാം? മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എല്ലാവരും ചെയ്തു നോക്കോട്ടോ, ടീച്ചർ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങളും ചെയ്യണം. ഇൻറ്റു minus 2 minus 4 cos 6 theta minus cos square theta into minus 2 minus 4 cos 6 theta equal to 0. ഇനി ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് തുറന്നു നോക്കിയേ. -2 sin square theta. എല്ലാവരും ഒരുമിച്ച് ചെയ്യണോ കേട്ടാ? എല്ലാവരും ഒരുമിച്ച് ചെയ്തോ. ടീച്ചറിന് എന്തെങ്കിലും തെറ്റുവാനുണ്ടോ നോക്കാലോ, നിങ്ങൾക്ക് ചെയ്തോളൂ. അപ്പോ അങ്ങനെ കിട്ടി പ്ലസ് 4 cos 6 theta sin square theta പ്ലസ് 2 ഓപ്പൺ ചെയ്യാണ് വെറുതെ cos square theta പ്ലസ് 4 cos square theta cos 6 theta equal to 0. ഇനി 2 into sin square theta cos square theta വന്നു, അത് 1 ആണെന്ന് അറിയാം. 2 ഔട്ട്സൈഡ് എടുത്തത് 2 into sin square theta plus cos square theta എന്ന് വരും, 1 വരും അല്ലേ? ഓക്കെ. പ്ലസ് അതുപോലെ തന്നെ ഇവിടെ 2 ടൈമിലും 4 into cos 6 theta ഉണ്ട്, അത് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ sin square theta plus cos square theta എന്ന് വരും, 1 ആകും. ഈക്വൽ ടു അത് പോയി 0. ഇനി ഇവിടെ എന്തുണ്ട്? 4 cos 6 theta കാണാം. നമുക്ക് എന്താ കാണേണ്ടത്? തീറ്റയുടെ വാല്യൂ ആണ് അല്ലെ? അപ്പൊ തീറ്റയിലേക്ക് വരാം നമുക്ക്. അപ്പൊ ഈക്വൽ ടു -2. അപ്പൊ cos 6 theta ഈക്വൽ ടു എന്ത് വരും? -2/4 is -1/2. അപ്പൊ cos 6 theta വാല്യൂ ഇപ്പൊ എന്താ പറഞ്ഞു തന്നെ? -1/2. -1/2 വരുന്നത് ഏതിനാ? അപ്പോ -1/2 വരുന്ന വാല്യൂ വേണോ അല്ലെ? അപ്പൊ cos of pi - pi/3 എന്ന് വരും. pi/3ക്കാണ് മൈനസ് ഉള്ളതുകൊണ്ട് pi - pi/3 ദാറ്റ് ഈസ് cos 2 pi/3. അപ്പൊ 6 theta വാല്യൂ കേട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടാ?
2π/3. തീറ്റ കാണാൻ വേണ്ടി 6 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ എന്താ കിട്ടുക? 2π/3 ഇൻറ്റു 6. 6ഉം 2 കൂടി ക്യാൻസൽ ആയിട്ട് π/9 എന്ന് തീറ്റേന്റെ വാല്യൂ കിട്ടി. അപ്പൊ ഡിറ്റർമിനന്റില് ഫസ്റ്റ് കോളത്തില് 2 എലമെന്റ് 0 ആയാൽ നമുക്ക് പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും, വാല്യൂ കാണാൻ പറ്റും. നമുക്ക് തീറ്റയായിരുന്നു വേണ്ടത്, തീറ്റയിലേക്ക് വന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഐഡന്റിറ്റി എന്താ? sin square θ പ്ലസ് cos square θ 1. മനസ്സിലായല്ലോ? ഓക്കെ, ഓപ്ഷൻ ഏതാണ്? 5/9, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 30, 113. നോക്കിക്കേ, ഡിറ്റർമിനന്റ് തന്നെയാണ് അല്ലെ. അതിൽ എക്സിന്റെ വാല്യൂ കാണണം. അതിന് ഡിറ്റർമിനന്റ് വാല്യൂ 0 എന്ന് ഉണ്ട്. ഡിറ്റർമിനന്റ് വാല്യൂ 0 എന്നുണ്ട്. നമുക്ക് എക്സിന്റെ വാല്യൂ കാണണം. ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യാം അല്ലെ. അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് ഇൻറ്റു, എല്ലാവരും ചെയ്ത് നോക്കുക, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 10. എക്സ് സ്ക്വയർ മൈനസ് 10, പിന്നെ മൈനസ് 2 ഇൻറ്റു എക്സ്, 2 ഇൻറ്റു എക്സ് മൈനസ് 50, മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 3x ഈക്വൽ ടു 0. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് മൈനസ് 10x. എല്ലാവരും ടീച്ചർ ഓപ്പൺ ചെയ്യുക. എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കാണ്ട് വെറുതെ കേട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ എല്ലാവരും. മൈനസ് 2x പ്ലസ് 30 മൈനസ് 2 പ്ലസ് 3x ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എക്സ് ക്യൂബ് ഉണ്ട്, മൈനസ് 12 ഉണ്ട്. അത് ഇവിടെ എന്താ കിട്ടുക? മൈനസ് 12x പ്ലസ് 3x എന്ന് പറയുമ്പോൾ മൈനസ് 9x പ്ലസ് 28 ഈക്വൽ ടു 0. ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണല്ലോ. ക്യൂബിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണണം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആളെ ഒരു എക്സിന് ഓരോ വാല്യൂ കൊടുക്കും. അപ്പൊ 0 കിട്ടണമെങ്കിൽ നമ്മൾ അത് വെച്ച് ഇപ്പോ എക്സ് ഈക്വൽ ടു ഇവിടെ കിട്ടാ നോക്കുമ്പോ എന്താ കിട്ടുക? 4-നല്ലേ കിട്ടുന്നേ. 4-ന് എക്സ് മൈനസ് 4 കൊടുക്കുമ്പോഴാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഫാക്ടർ ആയിട്ട് വരുന്നത് എന്താ? എക്സ് പ്ലസ് 4 ആണ്. അപ്പൊ എക്സ് പ്ലസ് 4 ഒരു ഫാക്ടർ ആണ്. ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള ക്വാഡ്രാറ്റിക് ഫാക്ടറും കൂടി കിട്ടും. അത് എക്സ് സ്ക്വയർ ചെയ്ത് നോക്കണോട്ടോ. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. മൈനസ് 4x പ്ലസ് 7 ഈക്വൽ ടു 0. ഇനി നോക്കാം, ഇതിന്റെ വാല്യൂ എക്സ് വാല്യൂ കിട്ടണം. അത് ഈ ക്വാഡ്രാറ്റിക് ഫോമിൽ നമുക്ക് നോക്കാം. a into b 0 ആണെങ്കിൽ എന്താ? either a equal to 0 or b equal to 0. അപ്പോൾ s plus 4 0 എന്ന് കൊടുക്കാം, ഒരു വാല്യൂ കിട്ടും. ബാക്കിയുള്ള വാല്യൂസിന് ഇത് നോക്കണം. ഇതിന്റെ ഡിസ്ക്രിമിനന്റ് നോക്കി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ b സ്ക്വയർ മൈനസ് 4ac ചെയ്യുമ്പോൾ ലെസ് ദാൻ 0 അല്ലേ? b സ്ക്വയർ മൈനസ് 4ac ഇതിന്റെ ചെയ്യുമ്പോൾ. അപ്പൊ അത് റിയൽ റൂട്ട് ഇല്ല, അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട. ഈ s plus 4 മാത്രം എടുത്താൽ മതി. നമുക്ക് റിയൽ റൂട്ട്സ് ആ വേണ്ടേ. s plus 4 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ എക്സ് കിട്ടുക? മൈനസ് 4. ഓപ്ഷനിൽ നോക്കിക്കേ, എക്സ് ഈക്വൽ ടു മൈനസ് 4 നമുക്ക് കിട്ടി. എക്സ് ഈക്വൽ ടു മൈനസ് 4, ഓപ്ഷൻ ഇ. അടുത്ത ക്വസ്റ്റ്യൻ മെട്രിക്സിലെ തന്നെയാണ്. നോക്കുക, എ ഉണ്ട്, ബി ഉണ്ട്. നമുക്ക് എക്സ് എ ഈക്വൽ ടു ബി എന്നുണ്ട്, എക്സ് ടു എ ഈക്വൽ ടു ബി എന്നുണ്ട്. എന്നാൽ എക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, എക്സ് എന്ന മെട്രിക്സ്. നമുക്ക് ഈ റിസൾട്ട് തന്നെ എടുക്കാം. എക്സ് ഇൻറ്റു എ ഈക്വൽ ടു ബി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എക്സ് എന്ന മെട്രിക്സ് കാണാൻ വേണ്ടി ഈ സൈഡ് എക്സ് ആയാൽ പോരെ. എക്സ് ഈക്വൽ ടു എന്ന് വരാൻ വേണ്ടി ഈ സൈഡിലെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഐ അല്ലേ. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ബി ഇൻറ്റു എ ഇൻവേഴ്സ്. അപ്പൊ നോക്കാം, എക്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്താ? ഐ ആണ്. അപ്പൊ അത് എക്സിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് തന്നെയാ വരാം. അതുകൊണ്ട് അത് എഴുതണ്ട. ഇവിടെ ബി ഇൻറ്റു എ ഇൻവേഴ്സ്. നമുക്ക് കാണേണ്ട മെട്രിക്സ് എന്താ? എക്സ് കാണണമെങ്കിൽ എന്ത് കണ്ടാൽ മതി? ബി ഇൻറ്റു എ ഇൻവേഴ്സ് കണ്ടാൽ മതി. ഇനി എ എടുക്കാം, അതിന്റെ ഇൻവേഴ്സ് കാണാം. എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? എല്ലാവർക്കും അറിയാലോ. ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അതിന് ഡിറ്റർമിനന്റ് ഓഫ് എ വേണോ അല്ലെ. എയുടെ ഡിറ്റർമിനന്റ് നോക്കിക്കേ, 0 ഇൻറ്റു 2 2 മൈനസ് 1 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ 1 ആണ്. ഇനി എന്ത് വേണം? അഡ്ജോയിന്റ് വേണം. ഒരു 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എങ്ങനെയാണ് എളുപ്പത്തിൽ കാണുന്നത്? എല്ലാവർക്കും അറിയാമോ? അഡ്ജോയിന്റ് എളുപ്പത്തിൽ കാണാൻ വേണ്ടി ഇല്ലെങ്കിൽ പറഞ്ഞുതരാം. നോക്കിയേ, ഈ എലമെന്റ്സ് ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക. നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. 0 എന്നുള്ളത് 2 ഇനി ഈ എലമെന്റ്സോ അതിന്റെ സൈൻ മാറ്റുക. -1 1 ആകും. 1 -1 അത്രേ ഉള്ളു കേട്ടോ. അഡ്ജോയിന്റ് കാണാൻ എളുപ്പ. വിദ്യയുണ്ടതൊക്കെ നോക്കി പഠിക്കുക. ഇതൊക്കെ അല്ലാതെ ഇതൊക്കെ നോർമലായിട്ട് കോഫാക്ടറും മൈനറും ഒക്കെ കണ്ട് ചെയ്യാൻ പോയാൽ നമ്മുടെ സമയം പോകുന്നു. അപ്പൊ 1 മിനിറ്റും ഒക്കെ കിട്ടുള്ളൂ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് എന്ത് വേണം? എ ഇൻവേഴ്സ് വേണം. എ ഇൻവേഴ്സ് ഇസ് അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ്.
1 ആയതുകൊണ്ട് ഇത് തന്നെയാണ് എ ഇൻവേഴ്സ്. അപ്പൊ ബി എന്ന മെട്രിക്സിനെ എ ഇൻവേഴ്സ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബി ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി എന്ന മെട്രിക്സ് ഏതാണ്? 1 1 മൈനസ് 1 മൈനസ് 1. ഈ മെട്രിക്സോ 2 മൈനസ് 1 1 0. ചെയ്ത് നോക്കിയേ. 1 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 ഇൻറ്റു 2 2 പ്ലസ് 1 ഇൻറ്റു 1 3. 3 ആണ് ഫസ്റ്റ് എലമെന്റ്. 3 ഉള്ള ഓപ്ഷൻ ഫസ്റ്റ് എലമെന്റ് എടുത്താൽ പോരെ? ഇതല്ലേ ഓപ്ഷൻ? ഓപ്ഷൻ സി അല്ലേ? കൂടുതൽ ചെയ്യാൻ നിൽക്കണ്ടല്ലോ. കഴിഞ്ഞു. എളുപ്പത്തിൽ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത്തരം ടിപ്സ് ഒക്കെ ഇൻവേഴ്സ് കാണാനൊക്കെ ഉള്ള ടിപ്സ് ഒക്കെ അഡ്ജോയിന്റ് ഒക്കെ കാണാനുള്ള 2/2ന്റെ ട്രിക്സ് ഒക്കെ നോക്കി പഠിക്കുക. അല്ലാണ്ട് നേരിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പോകണ്ട. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. 115 നോക്കിയേ. സൈൻ റേസ് ടു 615 പ്ലസ് കോസ് റേസ് ടു 615 ഡിഗ്രി. അതിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ട്രിഗ്നോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്, അത് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക. സൈൻ റേസ് ടു 615 15 എന്ന ആംഗിളിന്റെ വാല്യൂ നമുക്ക് അറിയില്ല അല്ലെ? 30 ആണ് അറിയാം. 0 30 45 60 ആ വാല്യൂസ് ഒക്കെ നമുക്ക് അറിയാവില്ല. അപ്പൊ ആ അറിയാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ മാറ്റണം. മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? മാറ്റാൻ വേണ്ടി നമ്മൾ ഇവിടെ കുറെ ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്യണം. ഇവിടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, അതായത് സൈൻ റേസ് ടു 6നെ സൈൻ ക്യൂബ് 15 ഹോൾ ക്യൂബ് എന്നുള്ള സൈൻ സ്ക്വയർ 15 ഹോൾ ക്യൂബ് എന്നൊക്കെ എഴുതി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ 15 കോസ് സ്ക്വയർ 15 എന്നാണ്. ഐഡന്റിറ്റി എ ക്യൂ മൈനസ് ബി ക്യൂബ് എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്കിത് അറിയില്ല. 15 അറിയാവുന്ന രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് 1 മൈനസ് 3 ഇൻറ്റു കേട്ടോ 3 ഉണ്ട് 3 ഇൻറ്റു സൈൻ സ്ക്വയർ 15 കോസ് സ്ക്വയർ 15 എന്നാണ്. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ 15ന്റെ വാല്യൂ അറിയില്ല, സൈൻ 30യുടെ വാല്യൂ അറിയാം. ഇവിടെ ഹാഫ് ആംഗിൾ ഫോർമുലയാണ് കൊടുക്കേണ്ടതെന്ന് ഓർക്കുക. 1 മൈനസ് 3 ഇൻറ്റു ഹാഫ് ആംഗിൾ ഫോർമുല വരാൻ വേണ്ടി ഇവിടെ എന്ത് വേണം? 2 സൈൻ 15 കോസ് 15 വേണം. 2 ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ ഇതിനെ ഹോൾ സ്ക്വയർ കണ്ടോ, ഇതിന്റെ വാല്യൂ നമുക്കുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു 2 ആഡ് ചെയ്തു. 2 സ്ക്വയർ ആഡ് ചെയ്തപ്പോ അത് ഡിവൈഡും ചെയ്യണം. ഇനി 2 ഇൻറ്റു സൈൻ 15 കോസ് 15 എന്ന് വെച്ചാൽ 2 സൈൻ എ കോസേസ് 2 സൈൻ എ കോസേസ് സൈൻ 2a. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? സൈൻ 30യുടെ ഹോൾ സ്ക്വയർ. അപ്പൊ അവിടെ വാല്യൂ കൊടുക്കുക. 1 മൈനസ് 3/4 സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. 1/2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 3/16 ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസറിലേക്ക് വരാം കേട്ടോ. അപ്പൊ എന്താ കിട്ടുക? 16 മൈനസ് 3 13/16. എളുപ്പത്തിൽ ചെയ്തില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഹാഫ് ആംഗിൾ ഫോർമുലയുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. ചെയ്തു പഠിച്ചോ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. ട്രിഗണോമെട്രി അഗൈൻ ക്വസ്റ്റ്യൻ വന്നേക്കാണ്. നോക്കാം. 1 പ്ലസ് കോസ് π/8 ആണ്. 1 പ്ലസ് കോസ് 7π/8 ആണ്. ഇതിന്റെ ഒന്നും വാല്യൂ നമുക്ക് അറിയില്ല. കോസ് 7 π/8 ആയാലും π/8 നമുക്ക് അറിയാവുന്നത് ഏതൊക്കെയാ? 0 π/4 π/3 π/6 π/2 ഒക്കെയാണ്, പൈ ഒക്കെയാണ്. അപ്പൊ ആ രീതിയിലേക്ക് എന്തായാലും ഇത് കൊണ്ടുവന്നു മനസ്സിലാക്കുക കേട്ടോ. അതിനു വേണ്ടി നമ്മളിവിടെ കൺവേർഷൻ ചെയ്യാണ്. 1 പ്ലസ് കോസ് π/8 ഇൻറ്റു ഈ 7π/8 ആണ് ആദ്യം മാറ്റുന്നത്. കോസ് 7π/8നെ നമുക്ക് പൈ മൈനസ് π/8 എന്ന് എഴുതാലോ. പൈ മൈനസ് π/8 എന്ന് എഴുതാം. അപ്പൊ ഇതെന്താ? കോസ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സ് ആണ്. അപ്പൊ ഇതെന്താവും? 1 പ്ലസ് കോസ് π/8 ഇൻറ്റു 1 മൈനസ് കോസ് π/8 എന്നാ. അതെന്താണ് മക്കളെ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ, വെറുതെ ഇരിക്കല്ലേ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 1 പ്ലസ് കോസ് π/8 ഇൻറ്റു 1 മൈനസ് കോസ് π/8 എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? 1 മൈനസ് കോസ് സ്ക്വയർ π/8. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്താ? സൈൻ സ്ക്വയർ എക്സ് അല്ലേ? അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ π/8 ആണ്, നമുക്കറിയില്ല. അപ്പൊ ഹാഫ് ആംഗിൾ ഫോർമുല ഉപയോഗിക്കാം. സൈൻ സ്ക്വയറിന്റെ കൺവേർഷൻ എന്താ? 1 മൈനസ് കോസ് 2 ഇൻറ്റു π/8 എന്താ? π/4. 1 മൈനസ് കോസ് 2θ/2. ഇവിടെ വാല്യൂ കൊടുക്കാം. വാല്യൂ കൊടുക്കുമ്പോൾ 1 മൈനസ് 1/√2 ഡിവൈഡഡ് ബൈ 2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ എന്താ കിട്ടുക?
√2 മൈനസ് 1 ബൈ 2 √2. ഓപ്ഷനിലുണ്ടോ? ഈ വാല്യൂ ഓപ്ഷനിലുണ്ടോ? √2 മൈനസ് 1 ബൈ 2 √2 ഇല്ലേ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? നമുക്ക് അറിയാത്ത ആംഗിൾ ആയിരിക്കും. ആ വാല്യൂസ് എന്തിലേക്ക് മാറ്റണം? അറിയാത്ത വാല്യൂസ് അറിയാവുന്ന π/4 π/2 π/3 ഒക്കെ ആയിട്ട് കൺവെർട്ട് ചെയ്യണം. അതിന് ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാം. ഹാഫ് ആംഗിൾ ഫോർമുലയാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. അതൊക്കെ നോക്കി പഠിക്കാട്ടെ. ഇതൊക്കെ എന്തായാലും വരും. നെക്സ്റ്റ് ട്രിഗണോമെട്രി എന്നാണ് അടുത്ത ചോദ്യവും. നോക്കുക, ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, ഓപ്ഷനിലേക്ക് നോക്കുക. ട്രിഗണോമെട്രി വരുമ്പോൾ എപ്പോഴും ഓപ്ഷനിലേക്ക് നോക്കണം കേട്ടോ. ഓപ്ഷനിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലൂ കിട്ടാതിരിക്കില്ല. നോക്കിക്കേ, കോസ് എ ഉണ്ട്, കോസ് എ ഉണ്ട്, കോസ് 2a ഉണ്ട്, കോസ് എയും ഉണ്ട്, കോസ് 2aയും ഉണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ സൈൻ എ അങ്ങനെയൊക്കെ മുകളിൽ സൈൻ 4a ഒക്കെ വന്നിട്ടുണ്ടല്ലേ? ഡബിൾ ആംഗിൾ ഹാഫ് ആംഗിൾ ഫോർമുല അവിടെ വരുമെന്ന് നമുക്ക് ഉറപ്പിച്ചോ? അപ്പൊ ഇവിടെ എന്താ? ഇവിടെ കോസ് 2a ഉണ്ട്, സൈൻ 2a ഒക്കെ മുകളിൽ വരണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തും കൂടി വേണം. നമുക്കൊരു അറേഞ്ച്മെന്റ് കൊടുക്കാം. ഇപ്പൊ ഇവിടെ സൈൻ 2a വരണമെങ്കിൽ സൈൻ 4a ആവാൻ ഇവിടെ സൈൻ 2a വരണമല്ലോ. അപ്പൊ ഒരു 2 സൈനെ കൊണ്ട് ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്ത് നോക്കാം. അപ്പൊ 2 സൈൻ എ കോസ് എ ഇൻറ്റു കോസ് 2a. വെറുതെ ഇൻറ്റു ചെയ്യാൻ പറ്റുമോ? അതിനെ ഡിവൈഡും ചെയ്യണം അല്ലെ? ഡിവൈഡ് ചെയ്യണത് 2 സൈനെ ഇൻറ്റു ചെയ്തു, ഡിവൈഡും ചെയ്തു. ഇനി ഇതെന്തായി പോയി? 2 സൈൻ എ ഇൻറ്റു കോസ് എ എന്താണ്? 2 സൈൻ എ ഇൻറ്റു കോസ് എ സൈൻ 2a ആണ്. നിങ്ങൾക്കറിയാം സൈൻ 2a ഇൻറ്റു കോസ് 2a ബൈ 2 സൈൻ എ. അപ്പൊ ഇവിടെ സൈൻ 2a എന്നുള്ളത് സൈൻ 4aയിലേക്ക് വരാൻ ഇവിടെ എന്തിന്റെ ഒരു ഡെഫിഷ്യൻസി ഉള്ളു? 2 ഇൻറ്റു സൈൻ 2a കോസ് 2a എന്താവും? സൈൻ 4a ആവും അല്ലെ? അപ്പൊ 2 വെച്ച് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒന്ന് ഇൻറ്റു ചെയ്യാം. അപ്പൊ എന്തായി അത്? സൈൻ 4a ആയി. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്താ? 4 സൈൻ എ. ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിക്കേ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? സൈൻ 4a ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സൈൻ എ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഹാഫ് ആംഗിൾ ഫോർമുല, ട്രിഗണോമെട്രിയിലെ ഹാഫ് ആംഗിൾ ഫോർമുല ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മനസ്സിലായില്ല? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. NCERT നേരെ കിടക്കുന്നതാണല്ലേ. ഏത് ഇക്വേഷനാ? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആൻഡ് കോസ് എക്സ് പ്ലസ് കോസ് വൈ. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ടൈം. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടാം? അപ്പൊ അവിടെ ആദ്യത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 2 സൈൻ a പ്ലസ് ബി ബൈ 2 എന്ന് പറയുമ്പോൾ 12/2 6x. കോസ് a മൈനസ് ബി ബൈ 2 എന്ന് പറയുമ്പോൾ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2 a പ്ലസ് ബി ബൈ 2 അഗൈൻ കോസ് 6x ആൻഡ് കോസ് എക്സ്. കട്ട് ചെയ്ത് കളയാമെന്ന് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ വരിക? ടാൻ 6x. ഒരൊറ്റ സെക്കൻഡിൽ ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ദെൻ അഗെയിൻ ട്രിഗണോമെട്രി. അപ്പോൾ സി കെ മൈനസ് കോസ് എ ഉണ്ട്, ടാൻ എ മൈനസ് കോട്ട് ഉണ്ട്. ഇവിടെ ചെറിയൊരു കൺവേർഷൻ കൊടുത്താൽ മതി. നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അതെന്താണെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. സി കെ എന്നുള്ളത് 1/cos എ എന്നും കോട്ട് എ എന്നുള്ളത് 1/tan എ എന്നും മാത്രം മാറ്റി സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്ത് കിട്ടും നോക്കാം. അപ്പൊ സി കെ നമ്മൾ മാറ്റാൻ പോകുന്നു. സി കെ 1/cos എ മൈനസ് കോസ് എ. ടാൻ എ അങ്ങനെ തന്നെ എഴുതുക. മാറ്റുന്നത് എന്തിനാ മാറ്റണേ? കോട്ടേനെ മാറ്റണേ. കോട്ടയെന്ന് വെച്ചാൽ എന്താ? 1/tan എ ആണ്. മാറ്റി ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇവിടെ ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എ ബൈ കോസ് എ. ഇവിടെയോ ടാൻ സ്ക്വയർ എ മൈനസ് 1/tan എ. ഇനി 1 മൈനസ് കോസ് സ്ക്വയർ എ നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്താ അത്? സൈൻ സ്ക്വയർ എ. സൈൻ സ്ക്വയർ എ ബൈ കോസ് എ. അപ്പോ ബാക്കി ടാൻ സ്ക്വയർ എ മൈനസ് 1/tan എ. ഇനി സൈൻ എ ബൈ കോസ് എ എന്താ? സൈൻ എ ബൈ കോസ് എ എന്താ? ടാൻ എ അല്ലെ? അവിടെ ഒരു സൈൻ എ ബാക്കി വന്നു. അപ്പൊ ടാനയും ഈ ഡിനോമിനേറ്ററിലെ ടാനയും കൂടി കട്ടായി പോയി. അവസാനം എന്താ കിട്ടുക? സൈൻ എ മുകളിൽ വരും. ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് സൈൻ എ ഇൻറ്റു ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുത്താൽ 1 മൈനസ് ടാൻ സ്ക്വയർ എ. നോക്കിക്കേ, ഓപ്ഷനിലേക്ക് നോക്കിക്കേ. മൈനസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ?
എന്ത് കൺവേർഷൻ കൊടുത്തു? സീക്കേനെ 1/cos എന്നും കോട്ടേനെ 1/tan എന്നും മാറ്റിയിട്ട് സിംപ്ലിഫൈ ചെയ്തു. മനസ്സിലായല്ലോ? ട്രിഗ്നോമെട്രി എന്നുള്ളതാണ് വെറും ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ട്രിഗ്നോമെട്രി നന്നായിട്ട് പഠിക്കണം. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. +1 മെജോറിറ്റി ക്വസ്റ്റ്യൻസും ട്രിഗ്നോമെട്രി എന്നാണ്. ഏറ്റവും വെയിറ്റേജ് കൂടിയതാണ്. നിങ്ങൾ നന്നായി പഠിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നും പോകില്ല. ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ട്രിഗ്നോമെട്രി നന്നായിട്ട് എക്സാമിന് മുമ്പ് നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ട്രിഗ്നോമെട്രി തന്നെയാണ്. ട്രയാങ്കിൾ എടുത്ത് ചെയ്യാം. നമുക്കറിയാം സീക്കിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് തീറ്റ അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ആണെങ്കിൽ സീക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പഡന്യൂസ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഹൈപ്പഡന്യൂസ് √7, അഡ്ജസെന്റ് സൈഡ് √3 എങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് കണ്ടൂടെ? പൈതഗോറസ് തിയറം വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു √ ഹൈപ്പഡന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടുമല്ലോ. 2 എന്ന് കിട്ടും. നമുക്ക് എന്താ വേണ്ടത്? സൈൻ ആൽഫ പ്ലസ് ബീറ്റ. ഇതിന്റെ സൈൻ എന്താ? സൈൻ വാല്യൂ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പഡന്യൂസ്, ദാറ്റ് ഈസ് 2/√7. പിന്നെ പ്ലസ് ടാൻ വാല്യൂ എന്താ? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ പോരെ. അപ്പോ √7 × √3 √21, 2 × √3 2√3 പ്ലസ് 2 × √7 2√7. ഇനി ഓപ്ഷനിലേക്ക് നോക്കാം. അപ്പൊ 2 എന്നുള്ളത് ഔട്ട്സൈഡ് എടുക്കണം എന്ന് മനസ്സിലാവുന്നു. 2 ഔട്ട്സൈഡ് എടുത്തു. ബാക്കി √3 പ്ലസ് √7 ഡിവൈഡഡ് ബൈ √21. ഓക്കെ, ഓപ്ഷൻ നോക്കി ഏതാണ്? 2 × √3 പ്ലസ് √7 ബൈ √21. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് മനസ്സിലായി ട്രിഗണോമെട്രി എന്ന് കുറെ അധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല എളുപ്പമാണെന്ന് മനസ്സിലായി. ആ ചാപ്റ്റർ ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. നല്ലോണം ആ ചാപ്റ്റർ എടുത്തും പഠിച്ചോ. ഇന്റഗ്രേഷനും നല്ലോണം പഠിച്ചോ. കോണിക് സെക്ഷനും മൊത്തമായിട്ട് അങ്ങ് പഠിച്ചോ. NCERT മാത്രമല്ല, ഇത്രയും കൂടി എക്സ്ട്രാ അഡ്വാൻസ്ഡ് ആയിട്ട് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. 2024 ഫുൾ ഡിസ്കഷൻ നമുക്ക് ചാനലിലുണ്ട്. എഡ്യൂക്കേറ്ററിന്റെ ആപ്പിൽ ഇതിലുണ്ട്, ചാനലിൽ വീഡിയോസിലുണ്ട്, ഞങ്ങൾ തരുന്നുണ്ട്. കൂടാതെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തും പഠിക്കാം കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ചെറിയ ചെറിയ വീഡിയോസ് ടീച്ചർ ഇടുന്നുണ്ട്. അതൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.